ഈ വയനാട് ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ ചിത്രങ്ങൾ പുറത്തു വരുന്ന സമയത്ത് എങ്ങനെയാണ് രക്ഷാദൗത്യം പുരോഗമിക്കുന്നത് എന്ന് നമ്മോട് പറയാൻ ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുകയാണ്. ഹാഷ്മി, ഓവർ ടു യു. എസ്കേൻ ഏറ്റവും ഒടുവിൽ DGP MR അജിത് കുമാർ നമ്മുടെ ദീപക് ധർമ്മടത്തിനോട് പറയുന്നത് 300-ലധികം ആളുകളെ കാണുന്നില്ല എന്നുള്ളതാണ്. അത് വലിയ കണക്കാണ് എസ്കേൻ. നമ്മളിപ്പോൾ ഇതുവരെ കേട്ടത് വലിയ കണക്കൊരു ഒരു ഏകദേശ കണക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ കണ്ടെത്തൽ അതിപ്രധാനമാണ്. ഒരു തർക്കം അക്കാര്യത്തിൽ. അതിനുവേണ്ടിയുള്ള വ്യാപകമായ തെരച്ചിൽ നടക്കുന്നു ഈ ദിവസവും 4-ാം ദിവസവും. പോയ 3 ദിവസത്തിൽ ഇന്നത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും പോയി എല്ലായിടത്തേക്കും തിരയുക എന്നുള്ളതായിരുന്നു. അത് ആ ദിവസങ്ങൾ അതേ സാധ്യമാകുമായിരുന്നുള്ളൂ. പക്ഷേ 4-ാം ദിവസത്തേക്ക് വരുമ്പോൾ ഏതാണ്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഓർഡർ ആ തെരച്ചിലിന് കൃത്യമായി തന്നെ വരുന്നുണ്ട്. ആ ഓർഡർ എങ്ങനെയാണെന്ന് പറയാം. എന്താ ഇന്നിപ്പോൾ 6 മേഖലകളെ തിരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. അത് ഏറ്റവും പ്രധാനം അട്ടമല ആറന്മുള എന്നുള്ള 1-ാം സോൺ. 6 സോണിൽ ആദ്യ സോൺ അട്ടമല ആറന്മുളയാണ്. 2-ാം സോൺ മുണ്ടക്കൈയാണ്. ഈ 2 സോണുകൾ ഇന്നത്തെ അതിപ്രധാനമായ തെരച്ചിൽ മേഖലകളാണ്. പിന്നീട് 3-ാം സോൺ പുഞ്ചിരിമട്ടമാണ്. 4-ാമത്തെ സോൺ വെള്ളാർമല വില്ലേജ് റോഡാണ്. ഇപ്പോൾ എസ് വിജയകുമാർ അവിടെ നിന്ന് കാര്യങ്ങൾ കണ്ടിരുന്നു. പിന്നീട് GVHS വെള്ളാർമലയാണ്. പിന്നീട് ചൂരൽമല പുഴയുടെ അടിവാരം. എന്നിങ്ങനെ 6 സോണുകൾ കേന്ദ്രീകരിച്ചാണ് ഈ മേഖല തെരച്ചിൽ. ഇത് കൂടാതെ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇവിടെ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ വളരെ ആഴത്തിലുള്ള ഊർജിതമായ ഇന്ത്യൻ തെരച്ചിൽ നടക്കുന്നു. ഇപ്പോൾ ഇന്ന് അടുത്ത് നോക്കി എങ്ങനെയാണ് തെരച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ 40 ടീമുകളായി തിരിഞ്ഞ് 6 സോണുകളാണ് തിരിച്ച് 40 ടീമുകളെ ഓരോ ടീമിൽ 40 പേരാണ് ഉണ്ടാവുക. ഓരോ ടീമിലും കരസേന, കോസ്റ്റ് ഗാർഡ്, NDRF, SDRF, നേവി അടങ്ങുന്ന ഒരു സംയുക്ത സംഘമുണ്ട്. അതിൽ തന്നെ അവിടുത്തെ പ്രദേശവാസികൾ അടക്കമുണ്ടാകും. അവർക്ക് മാത്രമാണ്. നേരത്തെ നമ്മളോട് അവിടെ ക്യാമ്പിൽ ഒരാൾ പറഞ്ഞിരുന്നു മുണ്ടക്കൈ മേഖലയിലെ അവിടെ എവിടെയാണ് ഈ വീടുകൾ ഞങ്ങൾക്കേ അറിയാം, അതുകൊണ്ട് ഞങ്ങളെ കൂടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നു. അത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഘത്തിനൊപ്പം അവർക്കൊപ്പം ഒരു വനപാലകൻ ഉണ്ടാകും. 3 പ്രദേശവാസികളും ഈ 40 അംഗ സംഘത്തോടൊപ്പം ഉണ്ടാകും. ദബൈലി പാലം അവിടെ റെഡിയാകും. നമ്മൾ നേരത്തെ കണ്ട സങ്കട കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന മൃതദേഹങ്ങൾ എന്ന കൈച്ചുമടയൊക്കെ ചുമന്നുകൊണ്ട് വന്ന് അവിടുത്തെ ഒറ്റവരി പാലത്തിലൂടെ കൊണ്ടുവരുന്ന കാഴ്ച വലിയ വേദന ഉണ്ടായിരുന്നു. അതെന്തായാലും പരിഹാരം ഉണ്ടാകാൻ പോകുന്നു. അതിന് ആ വേദനയ്ക്ക് ആ കാഴ്ചയുടെ വേദനയ്ക്ക് പരിഹാരം ഉണ്ടാകാൻ പോകുന്നതിന് കാരണം 25 ആംബുലൻസുകൾ ബെയിലി പാലം വഴി മുണ്ടക്കയിലേക്ക് പോകുമെന്നുള്ളതാണ്. 25 ആംബുലൻസുകൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഖ്യയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഇനി അധികം മൃതദേഹങ്ങൾ കിട്ടുകയാണെങ്കിലൊക്കെ ആംബുലൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ സുഗമമായി തന്നെ ആ ബെയിലി പാലത്തിലൂടെ ഇപ്പുറത്തേക്ക് മേപ്പാടി CSCയിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ കഴിയും. അത് അതൊരു ഒരു കഠിനാധ്വാനം ആവശ്യമുള്ള ജോലിയായിരുന്നു ഈ ദിവസങ്ങളെങ്കിൽ അത് ഈ ബെയിലി പാലം ലഘൂകരിക്കാൻ പോകുന്നു. അതുമാത്രമല്ല കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നു, ഉപകരണങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നു ഈ ബെയിലി പാലം വഴി. അതിനോടൊപ്പം തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഇന്ന് സ്നിഫർ ഡോഗുകൾ കുറച്ചുകൂടി സജീവമായി ഉണ്ട്. ഈ ബെൽജിയൻ ബ്രീഡിൽപ്പെട്ട സ്നിഫർ ഡോഗുകൾക്ക് ഈ അവശിഷ്ട റൂബിൾസിനടിയിൽ മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ഘ്രാണശക്തി വലിയ കൂടുതലാണ്. അത് ഒരുപാട് സ്ഥലങ്ങളിൽ സൈന്യത്തെ ആർമിയെ സഹായിച്ചിട്ടുള്ള സ്നിഫർ ഡോഗുകൾ, പരിചയസമ്പന്ന സ്നിഫർ ഡോഗുകൾ ഈ സംഘത്തിനൊപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ അതും നമ്മൾ നേരത്തെ വിജയകുമാർ നിൽക്കുന്ന സ്ഥലത്ത് കണ്ടിരുന്നു. ഒരു സ്നിഫർ ഡോഗ് ഒരു സ്ഥലം മാത്രം കേന്ദ്രീകരിച്ച് അറിയില്ല, അവിടെ പരിശോധന നടത്തുകയാണ്. അപ്പോൾ അതും ഇന്നത്തെ തെരച്ചിലിന് ഒരു കരുത്ത് നൽകുന്ന ഒരു ഘടകമാണ്. അതോടൊപ്പമാണ് ഈ ചാലിയാർ 40 കിലോമീറ്റർ പരിധിയിലുള്ള തെരച്ചിൽ എന്ന് പറയുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ അത് പ്രധാനമാണ്. ചാലിയാറിന് നമ്മൾ ഇന്നലെ പന്തീരാങ്കാവിൽ ഒരാളുടെ ശരീരഭാഗം കിട്ടുന്നത് പന്തീരാങ്കാവിലാണത്. കുറേ അധികം ദൂരെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു 100 കിലോമീറ്റർ അധികം ദൂരെയാണ് അവിടെ കിട്ടിയത്. ഏറ്റവും കൂടുതൽ 10 വയസ്സുകാരിയുടെ മൃതദേഹം കിട്ടിയതും 10, 86, 90 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ ആ വനമേഖലയുണ്ട്. വനമേഖലയൊക്കെ വിശദമായ പരിശോധന നടക്കാൻ പോകുന്നു. 8 പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഈ ചാലിയാറിന് 40 കിലോമീറ്റർ പരിധിയിലെ തിരച്ചിലിന് നേതൃത്വം നൽകാൻ പോകുന്നു. ഒരു പ്രേക്ഷകൻ എനിക്ക് മെസ്സേജ് അയച്ചത് ഈ വനമേഖലയിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്നറിയാൻ ഒരു ഹെലികോപ്റ്റർ പരിശോധന നടത്താൻ. കാര്യം ആ വനമേഖലയിൽ ഒരുപാട് മൃതദേഹങ്ങൾ കാണാൻ ഇടയുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ എത്തിയവർ ആ വനമേഖലയിലുണ്ട്. അധികം ആളുകൾ അങ്ങോട്ടേക്ക് പോകാത്ത വനമേഖലയാണ്. ആ വനമേഖലയിൽ ഒരു ഹെലികോപ്റ്റർ പരിശോധന വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഉറപ്പായും ആലോചിക്കാവുന്ന ഒരു നിർദ്ദേശമാണെന്ന് തോന്നുന്നു. നീന്തലറിയാവുന്ന നാട്ടുകാർ ഈ സംഘത്തിനൊപ്പമുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ തന്നെ ആ പ്രദേശവാസികൾ അവർ കിട്ടുന്ന ബോട്ടുകളിലൊക്കെ ഈ മേഖലയിൽ പരിശോധന നടത്തുന്നുമുണ്ട് കേട്ടോ. പിന്നെ പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സമാന്തര തെരച്ചിൽ നടത്തുന്നു. ഈ വനമേഖലയിലടക്കം ഈ സമാന്തര തെരച്ചിൽ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. തെരച്ചിലിന് കോസ്റ്റ് ഗാർഡ് ഉണ്ട്, നേവി ഉണ്ട്, വനം വകുപ്പുണ്ട്. ഈ പുഴയുടെ അരികുകൾ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെരച്ചിൽ. കാര്യം അവിടെയാണ് ഈ ദിവസങ്ങളിലൊക്കെ മൃതദേഹങ്ങൾ, ശരീരഭാഗങ്ങളൊക്കെ കണ്ടെത്തത് ഈ പുഴയോരത്തെ അരികുകൾ കേന്ദ്രീകരിച്ചാണ്. അങ്ങോട്ടേക്ക് അടിയാനുള്ള സാധ്യത കണക്കിലെടുത്താണ് അവിടെയുള്ള തെരച്ചിൽ. അത് ഈ ദിവസങ്ങളിൽ വ്യത്യസ്തമായി കുറച്ചുകൂടി ശക്തമായി ഇന്ന് തുടരും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെയാണ് മൃതദേഹങ്ങൾ അടിയാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും വളരെ ഇൻറ്റൻസായി വിശദമായി തെരച്ചിൽ നടത്തുന്നു. കാര്യം ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലുള്ള മൃതദേഹങ്ങളുടെ എണ്ണം കൂടുന്നതിന് കാരണം ചാലിയാർ പുഴയിൽ നിന്ന് കിട്ടുന്ന മൃതദേഹങ്ങളുടെ എണ്ണവും ഈ ശരീരഭാഗങ്ങളുടെ എണ്ണം കൂടുന്നതാണ്. കൂടുതൽ പരിശോധന വേണമെന്ന് വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ചാലിയാറിൽ അങ്ങനെ ഒരു പരിശോധന. ഇതുവരെ കണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകർ 155 മൃതദേഹങ്ങൾ ചാലിയാറിൽ നിന്ന് മാത്രം നമുക്ക്
അവിടെ കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് മാസ്റ്റർ പ്ലാൻ. അപ്പോൾ ഇത്തരത്തിൽ ഇന്ന് കര കേന്ദ്രീകരിച്ച്, മുണ്ടക്കൈ കേന്ദ്രീകരിച്ച്, ചാലിയാർ പുഴ കേന്ദ്രീകരിച്ച് അതിവിശദമായ സിസ്റ്റമാറ്റിക്കായ ഒരു പരിശോധനാ ദിവസമാണ് 4-ാം നാൾ. ഓക്കെ, ആഷ്മി താജ് ഇബ്രാഹിമാണ് നമുക്കൊപ്പം ചേർന്നത്.